ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള ആ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ഏട്ടൻ പോന്നിട്ടില്ല കേട്ടോ വീട്ടിലേക്ക്. ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. ഏട്ടന് പണി ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ വണ്ടി അങ്ങനെ ഓടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടി അങ്ങനെ ഓടിക്കാൻ പറ്റില്ല ദൂരത്തേക്കൊന്നും. അപ്പോൾ പിന്നെ ഞങ്ങളെ ഏട്ടൻ വേറൊരു ഓട്ടോയ്ക്കാണ് കേട്ടോ പറഞ്ഞയച്ചത്. അപ്പോൾ രാവിലെ തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചത്. വന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കി, പക്ഷേ വെറും ചായ കുടിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ വേഗം പോന്നു, കുട്ടികളൊക്കെ കഴിച്ചു. അപ്പം അങ്ങനെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നെയ്ച്ചോറല്ല തേങ്ങാച്ചോറും ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ അനിയത്തി വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വരുന്നുണ്ട് എന്നല്ല, അവൾ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു വീട്ടിലേക്ക് വായോ എന്ന്. അപ്പോൾ അവളും ഈ ഒരു ദിവസം തന്നെ കേട്ടോ അവരെ വീട്ടിലേക്ക് അങ്ങോട്ടും പോയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ദിവസം. അപ്പോൾ ഞാൻ ഇവിടെ സേമിയം ഞാനന്ന് പായസം ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പറഞ്ഞാളുണ്ട് അന്ന് ഞാൻ ആ ധൃതിയിൽ പെട്ടെന്ന് കുട്ടികൾക്ക് പോകേണ്ടൊക്കെ ഒരു തിരക്ക് കാരണം വേഗം ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ ഞാൻ ബാക്കി കുറച്ച് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടുന്ന് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സേമിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അനുമോളും ആദ്യമോളും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കേണ്ടായിരുന്നു. അതങ്ങനെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ എടുത്തേമ്മ ഓരോ പണിയിൽ കൂടെയാണ് കേട്ടോ. പിന്നെ അനിയത്തി ഇതാ കുട്ടീനെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങിയിട്ടൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അങ്ങനെ അവളെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അവനെ. അപ്പോൾ അവൻ അവിടെ ഒരു ബൊമ്മേനെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ ആൾ. അങ്ങനെ ഞാനതൊക്കെ പൊട്ടിച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ സേമിയ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്ന് ഉണ്ടാക്കിയിട്ട് അവന് അത് തികഞ്ഞിട്ടില്ല കേട്ടോ. ശനിയാഴ്ച അല്ലായിരുന്നു. അപ്പോൾ അന്ന് അവന് അത് തികഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നീ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകണ്ടേ, അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പുറത്തെ അടുപ്പിൽ പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വേഗം പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് പാല് ആദ്യം കാച്ചിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സേമിയം ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ അന്നത്തെ പോലെ തന്നെ മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിൽ. ഇങ്ങനെ അങ്ങോട്ട് 2 പാക്കറ്റ് പാലിൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ വീട്ടിൽ അന്ന് അവിടെ അടുത്തൊരു കുടിയിരിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വീട്ടിൽ അച്ഛനും ഏട്ടനും അനിയനും അവരൊക്കെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അവർ അവിടെ നിന്നൊക്കെ തന്നെ കഴിച്ചിട്ടും അങ്ങനെ എല്ലാവർക്കും ഒന്നും ആവശ്യമുണ്ടായില്ല പായസം. അങ്ങനെ കുറച്ച് പായസമേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കിയതും. ബാക്കിയുള്ള സേമിയ അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അതിലേക്കുള്ള പഞ്ചസാരയൊക്കെ ഇട്ടെടുത്തു, സേമിയ ഇട്ട് കൊടുത്തു. അപ്പോൾ സേമിയ ഇട്ട് കൊടുക്കുന്ന ആ ടൈമിൽ തന്നെ ശരിക്കും ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതൊന്ന് കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ ഏടത്തേമ്മ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അടുക്കളയിൽ. അപ്പോൾ ഏട്ടന് ചായയൊക്കെ വെക്കായിരുന്നു. അതൊക്കെ വെച്ച് കഴിഞ്ഞു. ഏട്ടനും പിന്നെ അനിയത്തിയുടെ ഭർത്താവും ഉണ്ട് കേട്ടോ. അവർക്ക് രണ്ടാൾക്കും ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനിയത്തിയും പോണ ദിവസമാണ്. അപ്പോൾ അവൾ പുറപ്പെടാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ പായസമൊക്കെ കുടിച്ചിട്ട് അവൾ പോണത് പറഞ്ഞപ്പോൾ നീ വേഗം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുഖം ഫസ്റ്റൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് മുഖം കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ പായസമൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ കുറച്ച് മുകളിൽ പാല് കുറച്ചധികം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അളവ് എന്തായാലും അറിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടി തിക്കാവില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് പാലിങ്ങനെ മുകളിൽ നിൽക്കുന്ന അങ്ങനെ പാകത്തിന് ആക്കിയിട്ട് എടുത്തു കേട്ടോ. അപ്പത്തേനും അനിയത്തി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ പുറപ്പെട്ടത് കണ്ടിട്ട് അവന് പിന്നെ പോകണം എന്നുള്ളൊരു ഇതായി കേട്ടോ. അപ്പോൾ അവളുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ, ആരുടെ അടുത്തേക്കും വരുന്നില്ല. അപ്പോൾ അവൾ മാറ്റിയിട്ടുണ്ട്, ആദ്യം എല്ലാവരും മാറ്റിയിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ
കുറച്ച് നേരം കൂടി പണിയുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ വഴുകും, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇതാ അവളവിടെ എത്തി കേട്ടോ. പക്ഷെ അവന് പോകാനുള്ളൊരു തിടുക്കായിട്ട്, എന്താ വെച്ചാൽ വണ്ടിയിലൊക്കെ അങ്ങനെ പോണേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കമൻറ്റ് സെക്ഷൻ ചിലപ്പോൾ ഓഫാവും, കാരണം കുട്ടികളെ ഞാൻ ഇതിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ അതാ അനിയത്തിയുടെ ഭർത്താവാണ്, അപ്പോൾ അവർ ചായ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏടത്തിയമ്മയുണ്ട് അടുക്കളയിൽ. അപ്പം നമ്മൾ പിന്നെ നമ്മളെ സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പോകുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, വരുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പം ഞാനിവിടുന്ന് അവൾക്ക് മാങ്ങയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കൊണ്ടുപോകാൻ മാങ്ങ വേണമെന്നിട്ട് അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും ഉണ്ട്, എൻ്റെ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ചിന്നു എന്നാട്ടോ അവളെ വിളിക്കുക. അപ്പോൾ ചിന്നുമോളും ഉണ്ട് ഏട്ടൻ്റെ അടുത്ത്. അപ്പോൾ ഏട്ടൻ എങ്ങടേലും വണ്ടിയിൽ ഇങ്ങനെ പോകുമെന്ന് എഴുതിയിട്ടാട്ടോ ആൾ പിന്നാലെ കൂടിയിരിക്കണേ. അങ്ങനെ ഏട്ടന് ഏടത്തിയമ്മയുടെ അടുത്ത് കുട്ടീനെ കൊടുത്തു കേട്ടോ. അപ്പോൾ അച്ഛൻ വൈകുന്നേരം റോട്ടിക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. അച്ഛന് വൈകുന്നേരം റോട്ടിക്ക് പിന്നെ ഒരു 7 മണി ആ സമയത്തൊക്കെ ഉണ്ട് വരിക. പിന്നെ അനിയനും അവൻ എങ്ങോട്ടോ പോയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ ഇത് ഏടത്തിയമ്മ ഞാൻ കൊണ്ടുപോയ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉപ്പുമുളകൊക്കെ തിരുമ്മി വെച്ചതാണ്. അങ്ങനെ എല്ലാവരും അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമോളും അനിമോളാണ് കൂടുതൽ കഴിച്ചത്. അങ്ങനെ ഏട്ടൻ ഓട്ടം പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ എന്താ അവൻ പോവുകയാണെന്ന് പറയാം കേട്ടോ ഞങ്ങളോട്. പിന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അനിയത്തിനോട് പറയുന്നു കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ മോന് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏട്ടൻ്റെ കയ്യിൽ വണ്ടിയില്ല, അവന് ഈ വണ്ടിയിൽ പോണതൊക്കെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് അനിയത്തിക്ക് എന്താ കൊണ്ടുപോകാനുള്ള ചക്ക അമ്മ പൊളിച്ചിട്ട് അത് ചുള പറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ അമ്മ കവറിലാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും കഴിച്ചിട്ട് തന്നെ അത് പകുതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ വീട്ടിൽ പോയൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ശ്രമിക്കല്ല, ലൈക്ക് ചെയ്യണം. അപ്പം പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യെല്ലാം വേണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തിയും അവർ പോകാൻ വേണ്ടിയിട്ട് റോട്ടിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ സ്കൂട്ടിയിലാണ് പോണേ, അവർ സ്കൂട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് അവർക്ക് കൊണ്ടുപോകണ്ടേ. വൈകുന്നേരം ആ സമയമായിട്ടുണ്ട് കേട്ടോ, ഒരു 5 മണി ആ സമയമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രാത്രിയാണ് കേട്ടോ പോകുന്നത്. ഏട്ടൻ രാത്രിയാണ് വന്നിട്ടുണ്ടാകുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്